ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NIS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 16ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച്. 16ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോണിക് സെക്ഷൻസ് ആണ്. അതായത് ഒരു കോണിനെ വിവിധ ഭാഗങ്ങളാക്കി മാറ്റിയാൽ ഉണ്ടാകുന്ന വിവിധ ഷേപ്പുകൾ, അതിനെയാണ് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. ആ കോണിക് സെക്ഷനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. കോണിക് സെക്ഷൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം കോണിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. എന്താണ് ഒരു കോൺ എന്ന് പറയുന്നത്? ആ ഷേപ്പ് എങ്ങനെയായിരിക്കും? നമ്മൾ എവിടെയൊക്കെയാണ് ഒരു കോൺ എന്നുള്ളത് കേട്ടിട്ടുള്ളത്? നോക്കാം. കോൺ എന്നുള്ളത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? ഈ കോണിനെ ഇതല്ലാതെ മറ്റു നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഭക്ഷണമായി കേട്ടിട്ടുള്ള ഒന്നുണ്ട്, കോൺ ഐസ്ക്രീം എന്നുള്ളത്. അപ്പോൾ ആ ഷേപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലേ? ഈ ഒരു ഷേപ്പിനെയാണ്, ഇതിൻ്റെ മുകളിലോട്ടുള്ളതല്ല, ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺ എന്ന് പറയുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നതും ഇതിനെ എനിക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം, ഒരുപാട് ചെരിച്ചിട്ട് പല രൂപത്തിൽ എന്ത് ചെയ്യാം, എനിക്കിതിനെ കട്ട് ചെയ്യാം, അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെ പല രൂപത്തിൽ എനിക്കിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഷേപ്പ്, അപ്പോൾ നോക്കൂ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഭാഗമായിട്ട് കിട്ടും, അല്ലേ? ഞാൻ ഇങ്ങനെ ചെരിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഭാഗം കിട്ടും. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെയും താഴെ ഭാഗവും ഇതിൻ്റെ മുകൾ ഭാഗവും തമ്മിലുള്ള ഷേപ്പ് നേരത്തെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഷേപ്പുകൾ, കിട്ടുന്ന ഷേപ്പുകൾ വ്യത്യസ്തമായിരിക്കും, അല്ലേ? അതിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് പറയും. നോക്കൂ, ഇതൊരു കോണാണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് കോണുകൾ ചേർത്ത് വെച്ചതാണ്. ഇതൊരു കോണാണ്. ആ കോണിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സർക്കിളാണ്, അല്ലെ? ഒരു സർക്കിൾ എനിക്കിവിടെ ലഭിക്കുന്നു. നമുക്ക് കിട്ടുന്ന ഈ സർക്കിൾ കോണിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെ? ഇനി ഞാൻ അതിനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നു. ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഷേപ്പാണ് എലിപ്സ് എന്നുള്ളത്. ഓക്കെ, സർക്കിളും എലിപ്സും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സർക്കിളാണ്, ഇത് എലിപ്സ് ആണ്. ഇനി നോക്കൂ, ഞാൻ അതിനെ കുറെ കൂടി ആംഗിൾ കൂട്ടിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്താ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഷേപ്പ് പരാബോളയാണ്. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ പരാബോള എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് എഡ്ജ് ഇങ്ങനെ ഉണ്ടായിരിക്കില്ല, ഇതിന് രണ്ടും എഡ്ജ് ഉണ്ട്. ഇവിടെ നമുക്ക് എഡ്ജ് കാണാൻ സാധിക്കില്ല. ഈ ഷേപ്പിനെയാണ് പരാബോള എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ഞാൻ അതിനെ ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ ഒരു ഷേപ്പ്, അതിനെയാണ് നമ്മൾ ഹൈപ്പർബോള എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, 4 ഷേപ്പാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഒരു കോണിനെ വ്യത്യസ്ത രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ, ആ ആംഗിൾ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 വ്യത്യസ്ത ഷേപ്പാണ്. സർക്കിൾ കിട്ടുന്നു, എലിപ്സ് കിട്ടുന്നു, പരാബോള കിട്ടുന്നു, ഹൈപ്പർബോള കിട്ടുന്നു. നോക്കൂ, പരാബോള എന്നുള്ളത് ഇങ്ങനെയാണ്. ഈ ഷേപ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ബിൽഡിംഗ് സ്ട്രക്ചറുകളിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ അതിനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് 2 തരത്തിലുണ്ടാവും. ഇങ്ങനെ ആയിരിക്കും, അതുണ്ടായിരിക്കും ഹൈപ്പർബോള. ഇത് പരാബോള, ഇത് എലിപ്സ് ആണ്, ഇത് സർക്കിളാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 4 ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 4 ഷേപ്പാണ് നമുക്ക് ഒരു കോണിനെ കട്ട് ചെയ്യുന്നതിൽ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന 4 കോണിക് സെക്ഷനുകൾ ഒന്നാമത്തേതായി അല്ലെങ്കിൽ രണ്ടാമത്തേതായിട്ട് പരിഗണിക്കും. ഒന്നാമത്തെ സർക്കിൾ ആവുമ്പോൾ രണ്ടാമത്തേത് എലിപ്സ്. സർക്കിൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എലിപ്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എലിപ്സ് ഏതെങ്കിലും ഭാഗത്തുണ്ടോ, അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒരു എലിപ്സിന്റെ ഡെഫിനിഷൻ? An ellipse is the locus of point which moves in a plane such that its distance from a fixed point bears a constant ratio to its distance from a fixed line, and this ratio is less than unity. യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് പോയിന്റ്, അതായത് ഒരു പോയിന്റുകളുടെ ഒരു കൂട്ടമാണ്, അല്ലേ? അതാണ് എന്ത് പറയുന്നത്, എലിപ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നാണ് ഈ പറയുന്ന പോയിന്റ് ഉണ്ടായത്. പക്ഷെ ആ പോയിന്റ് പ്രത്യേകത ഉണ്ട്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ
ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് അതിലുണ്ടായിരിക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലിപ്സ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകത ഈ ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഫിക്സ്ഡ് ലൈനിൽ നിന്നുള്ള റേഷ്യോയും തമ്മിൽ അതൊരു കോൺസ്റ്റന്റ് റേഷ്യോ ആയിരിക്കണം എന്നാണ്. ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് അതിലേക്കും അതുപോലെ ഫിക്സ്ഡ് ലൈനിൽ നിന്നുമുള്ള റേഷ്യോ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എലിപ്സ് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഉണ്ടാകുന്ന, അതായത് ഒരു പ്രതലത്തിൽ ഉണ്ടാകുന്ന എല്ലാ പോയിന്റുകളുടെയും കളക്ഷൻ. ഓക്കെ, ദ സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സ്ഡ് പോയിന്റ് ഈസ് ഇൻ എ പ്ലെയിൻ ഈസ് കോൺസ്റ്റന്റ്. ആ പ്ലെയിനിൽ രണ്ട് ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുമുള്ള പോയിന്റുകൾ, അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തമായ രീതിയിൽ എലിപ്സിന്റെ ഷേപ്പ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ പ്ലാനറ്ററി മോഷൻ ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ സൺ, സൂര്യനാണ്. സൂര്യനെ ചുറ്റുന്ന നമ്മുടെ എർത്ത്, അതുപോലെ ജൂപ്പിറ്റർ പോലെയുള്ള മറ്റു ഗ്രഹങ്ങൾ, ഇതെല്ലാം സർക്കിൾ ആകൃതിയിലാണോ നമ്മളെ ചുറ്റുന്നത്, അത് വേറെ എന്തെങ്കിലും ഷേപ്പിലാണോ? നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഇത് നോക്കൂ, സണ്ണാണ്, എർത്താണ്. അത് കറങ്ങുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇതൊരിക്കലും സർക്കിൾ അല്ലല്ലോ. സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള, ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് അല്ലേ, ഇതല്ലേ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് സർക്കിൾ ആണോ? അല്ല. ഈ ഷേപ്പാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനറ്റ്സ് സണ്ണിനെ ചുറ്റും ഇവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, അല്ലെങ്കിൽ ആ പാത്തിന്റെ ഷേപ്പ് എലിപ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഷേപ്പാണ് എലിപ്സ് എന്ന് പറയാം. ആ ഒരു പാത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് അല്ലേ. അത് കൃത്യമായിട്ട് ഈ രണ്ട് ഫിക്സ്ഡ് റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ പറയുന്ന എലിപ്സിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.